ടോം ചാക്കോ പോയതിന്റെ ഒരു തിരക്ക് അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. എങ്ങനെയുണ്ട് കലോത്സവം? ഇപ്പം നല്ലൊരു സംഘാടനമാണ് ഇവിടെ. ഇന്നലെയും നല്ല തിരക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഇന്നലെയും വന്നിരുന്നില്ലേ? ഇന്നലെ വന്നിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. എത്ര പഠിക്കുന്നു? 9. നമുക്ക് വേണമെങ്കിൽ വരണ്ടേ സ്റ്റേറ്റ് മീറ്റിനൊക്കെ? എന്തെങ്കിലും പാട്ട് വല്ലതും പാടൂ മോളാ? പാട്ട് പാടൂ. ഈ ഒരു പാട്ട് പാടൂല. എത്ര പഠിക്കുന്നു? 2. ഈ ചേച്ചിമാരെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ പിള്ളേരൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. നമ്മളെ കൊല്ലം എന്ന് പറയുന്നത് കലക്കൻ കൊല്ലം. അപ്പൊ കലോത്സവത്തിൽ കലങ്ങി നിൽക്കുന്ന കൊല്ലമാണ് നമ്മുടെ ഇത്. അപ്പൊ എല്ലാം പോയി കണ്ടിട്ടോ. ഓൾ ദി ബെസ്റ്റ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഈ പോലീസ് പവലിയന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ കണ്ടില്ലേ ചൂടുവെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ദാഹിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് വെള്ളം കുടിക്കാം. പിന്നെ ഇവിടെ ഈ വേദികളും മത്സര ഇനങ്ങളും എല്ലാം എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതനുസരിച്ചിട്ട് നമുക്ക് പോവാം. എവിടെയാണെന്ന് വെച്ചാൽ ടോട്ടല് 24 വേദിയുണ്ട്. 24 വേദി കണ്ടില്ലേ? 24 വേദികളുണ്ട്. അവിടെ ഒന്നാമത്തെ വേദി തൊട്ട് 24 വേദി അവിടെയുള്ള മത്സരങ്ങളും അതിൻ്റെ ഇനവും ടൈമും ദിവസവും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു പോലീസ് പവലിയൻ്റെ ഇവിടെ വന്ന് ഇവിടെ പോലീസുകാരുടെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. കണ്ടില്ലേ അവർ ഈ വെള്ളവും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ഹെൽപ്പിനായിട്ട് നേരത്തെ ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ഈ തിരക്ക് കാരണം പുള്ളിക്ക് വണ്ടി കയറാൻ പറ്റുന്നില്ല. പുള്ളി ഓടി കയറി ഇതിൻ്റെ അകത്തോട്ടാണ് ഓടിച്ചെന്ന് കയറിയത്. എന്ന് വെച്ചാൽ അവരാണ് ഒരു വിധത്തിൽ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വിട്ടത്. ആൾക്കാരെല്ലാം കൂടി പിടിച്ച് വലിച്ച് വണ്ടിയിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി ഇവിടെ നിന്നവന്മാരെ അവരെ വണ്ടി കയറ്റി കൊണ്ടുപോയാനെ. കുറച്ചു നേരം കൂടി പുള്ളി അവിടെ നിന്നെങ്കിലും. അപ്പോൾ പിന്നെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് മൺകൂജയുണ്ട് കേട്ടോ. കൂജ ഇതിങ്ങനെ പൊക്കിയിട്ട് നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാം. സത്യം പറഞ്ഞാൽ ഞാനും ദാഹിച്ചിരിക്കുകയാണ്. കുറച്ച് വെള്ളം, ഈ ചൂടുവെള്ളമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിന് നല്ലത്. നമുക്ക് അവിടെ നിന്ന് ചൂടുവെള്ളം എടുത്തു ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ വെള്ളം. ശരി, ചൂടുണ്ട് കേട്ടാ. സാമാന്യം നല്ല ചൂടുണ്ട്. ഞാൻ ഇപ്പം ഇത്രയും ഇവിടെ നിന്ന് ഈ ഡയലോഗും എല്ലാതെ പറഞ്ഞ് തൊണ്ട പോയിരിക്കും. കൊള്ളാം, അടിപൊളി. നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാമിലെ പിള്ളേർ ഇതാ വരുന്നത് കേട്ടോ. കുട്ടികളടക്കം എല്ലാം നല്ല എൻജോയ്മെന്റ് ആണ് കേട്ടോ. ഇതിന്റെ കുട്ടീനെ വെച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ 1-ാം നമ്പർ വേദിയുടെ ഇവിടെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ? അതൊരു നല്ല രസമായിട്ടുണ്ട്. കണ്ടില്ലേ ഒരു കുടത്തിൽ ഇങ്ങനെ ഇവരുടെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് ഈ കലോത്സവത്തിന് പങ്കെടുക്കുന്ന കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. കലോത്സവ വണ്ടി ഫ്രണ്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതേ കണക്ക് പ്രോഗ്രാമൊക്കെ തീരുന്ന കുട്ടികളെ അവരവരെ അക്കോമഡേഷൻ്റെ അവിടെ കൊണ്ടുവന്നാക്കും. കുട്ടികളൊക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് തേവള്ളി പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ആ ഏരിയ അക്കോമഡേഷൻ ഉള്ളവർക്ക് ഈ വണ്ടി പോവാം. അതേ കണക്ക് ഓരോ സ്ഥലത്തും പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് അതാത് സൈഡിൽ പോകാനുള്ള വണ്ടികൾ ഇവിടെ തന്നെ വരും. അവർക്ക് ആ വണ്ടി കയറി ആ സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ കുട്ടികളുടെ ഒരു ഫോട്ടോ എടുക്കുന്നത്. കുട്ടികളെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന നമ്മുടെ തിരുവാതിര കളി ടീമാണ്. ഇവർക്കാണ് A ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേരും സ്കൂളും കൂടി ഒന്ന് പറയണേ. ആദിത്യ, ശ്രീഷ്ണരം, പാലക്കാട് സ്കൂൾ. ശ്രേയ, ശ്രീഷ്ണരം, പാലക്കാട്. ഓക്കെ. നയന, ശ്രീഷ്ണരം ഹയർ സെക്കൻഡറി. അയന, ശ്രേയ, ശ്രീഷ്ണരം. സ്വാതി, റിമ, മാളവിക, പാർവണ, കൃത്യ. കൺഗ്രാറ്റ്സ്. ഇല്ലേ, എങ്ങോട്ട് നോക്കിയാലും
നമ്മൾ കാണുന്ന അടിപൊളി വൈവാണ്. 9:15 സമയം, 9:15 രാത്രി 9:15 കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പം പല സൈഡിൽ നിന്നും പിള്ളേർ ഇപ്പം ഈ വേദി ഒന്നിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ 24 വേദികളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെയാണ് ഒരുപാട് പേരുള്ളത്. എന്ന് വെച്ചാൽ ഈ ആശ്രമ മൈതാനത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പം ഇതൊരു ആഘോഷ വീതി ആയിരിക്കുകയാണ് നമ്മുടെ ഈ കൊല്ലം ആശ്രമ മൈതാനം. കണ്ടില്ലേ, ചുറ്റും നോക്കി അടിപൊളി. ആ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത് വേദി നമ്പർ 1 ആണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറാതെ ആൾക്കാർ പുറത്തൊക്കെ നിന്ന് ഇതിന് ചുറ്റും കറങ്ങാനായിട്ട് വരെ ആൾക്കാരുടെ തിരക്കും ബഹളമാണ്. കണ്ടില്ലേ, അവിടെ ഫോട്ടോ എടുപ്പ്. പിന്നെ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ട അവിടെ ഫോട്ടോ എടുപ്പ്. ചാനലിൻ്റെ അവിടെ ആഘോഷം. എങ്ങോട്ട് നോക്കിയാലും ആഘോഷം മാത്രം. ഈ ഫ്രണ്ട് കിട്ടി, ഓടി ഓടി. പുള്ളി പോലീസ് സ്റ്റേഷന്റെ അകത്തോട്ട് കയറിയിട്ട്, പോലീസിന്റെ ഹെഡ് പോസ്റ്റിന്റെ അകത്തോട്ട് കയറി. എന്റെ പൊന്നോ, പുള്ളിക്കാരെ ഓടി തളർന്നെന്ന് തോന്നുന്നു. ദഫ്മുട്ട് നടക്കും കേട്ടോ, ദഫ്മുട്ട്. അവിടെ പരിപാടി കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഇവിടെ ഈ ഏഷ്യാനെറ്റിൻ്റെ ഉത്സവം എന്ന് പറയുന്ന ചാനൽ അവർ നടത്തിക്കുന്നതാണ് ഇവിടെ ഒരു. വെറുതെയല്ല, കഴിഞ്ഞ 23 വർഷമായിട്ട് ഇവര് തന്നെ ഇങ്ങനെ അജയരായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഇവരാണ് ഫസ്റ്റ് കേട്ടോ. അടിപൊളിയല്ലേ. നിങ്ങളുടെ ചാനലിന് വേണ്ടി 2 വരി പാട്ട് മണിച്ചേട്ടന്റെ പാട്ട് പാടുകയാണ്. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. അല്ലേ മേപ്പുള്ളില് വെല്ലുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. അല്ലേ മേപ്പുള്ളില് വെല്ലുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. അടിപൊളി.